നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷോക്കേറ്റ കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിൽ നടപടിയുമായി സർക്കാർ. പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. സ്കൂളിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. മരിച്ച മിഥുൻ കേരളത്തിന്റെ മകനെന്ന് വി ശിവൻകുട്ടി. ഇന്നും സ്കൂളിലേക്ക് പ്രതിഷേധം. മിഥുന്റെ സംസ്കാരം നാളെ അമ്മ വിദേശത്തു നിന്നെത്തിയ ശേഷം. മിഥുന്റെ മരണത്തിൽ പറഞ്ഞ തെറ്റ് തിരിച്ചറിഞ്ഞ മന്ത്രി ജെ ചിഞ്ചുറാണി മാപ്പ് പറഞ്ഞു. അതെ, ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. മാപ്പ് പറച്ചിൽ. CPI നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി. ശബരിമലയിലേക്ക് ADGP അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്രയിൽ കേസെടുക്കാത്ത പോലീസ് വെട്ടിൽ. അജിത് കുമാറും 2 ഉദ്യോഗസ്ഥരും ട്രാക്ടറിൽ പോകുന്ന ദൃശ്യം പുറത്ത്. തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായകം. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥരോടൊപ്പം കേന്ദ്ര നയതന്ത്ര സംഘത്തെ അയക്കുന്നത് പരിഗണനയിൽ. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്രം. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം കാന്തപുരത്തിന്റെയും പ്രതിനിധികളടക്കമുള്ള സംഘത്തെ അയക്കാൻ. മൂന്നാഴ്ചയ്ക്ക് ശേഷം കനത്ത പോലീസ് കാവലിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്ത്. തടയുമെന്ന് പറഞ്ഞ് SFIക്കാർ എത്തിയില്ല. VCയുടെ ഒപ്പ് കാത്തിരിക്കുന്നത് ആയിരക്കണക്കിന് ബിരുദ സർട്ടിഫിക്കറ്റുകളും നിർണായക ഫയലുകൾ. ജനങ്ങൾക്ക് നടുവിൽ ജീവിച്ച ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് കേരളം. പുതുപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം. ഉമ്മൻചാണ്ടി ജനങ്ങളെ മനസ്സിലാക്കിയ യഥാർത്ഥ നേതാവെന്ന് രാഹുൽ ഗാന്ധി. വിശദമായ വാർത്തയിലേക്ക്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചതിൽ നടപടിയുമായി സർക്കാർ. ഗുരുതര വീഴ്ച ഉണ്ടായെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. സ്കൂൾ ചുമതലയുണ്ടായിരുന്ന AEOയിൽ നിന്ന് വിശദീകരണം തേടും. 2 മണിക്ക് DEOമാരും AEOമാരുടെയും അടിയന്തര യോഗം ചേരും. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂൾ ചുമതലയുണ്ടായിരുന്ന AEOയിൽ നിന്നും വിശദീകരണം തേടുമെന്നാണ് അറിയുന്നത്. എന്തായാലും 2 മണിക്ക് നിർണായക യോഗം, അടിയന്തര യോഗം ചേരുന്നുണ്ട്. AEOമാരുടെയും DEOമാരുടെയും യോഗം ചേരുന്നുണ്ട്. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തായാലും വീഴ്ചയുണ്ട് എന്ന് ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് സർക്കാർ. ശക്തമായ നടപടിക്ക് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. സ്കൂൾ മാനേജ്മെന്റിനെയും KCBയും തന്നെയാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി കുറ്റപ്പെടുത്തിയത്. ആദ്യം ഏറ്റവും അധികം മന്ത്രിയുടെ എതിർപ്പുണ്ടായത്, മന്ത്രി കുറ്റപ്പെടുത്തിയത് സ്കൂൾ അധികൃതരെയാണ്. എന്താണ് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ ചെയ്യുന്നത്, ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ ചെയ്യുന്ന ചോദ്യമാണ് മന്ത്രി ആദ്യം ചോദിച്ചത്. ഇന്നലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും ധനമന്ത്രി KN ബാലഗോപാലും ആശുപത്രി സന്ദർശിച്ചിരുന്നു. ഇന്ന് കുട്ടിയുടെ വീട്ടിലേക്കും മന്ത്രി പോകുന്നുണ്ട്. കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് മന്ത്രി നൽകുന്നത്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സ്കൂളിലും ഒരുക്കേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ, ഒഴിവാക്കേണ്ട അപകട സാഹചര്യങ്ങളൊക്കെ കൃത്യമായി നിർദ്ദേശിച്ച് വിദ്യാഭ്യാസ സർക്കുലർ പുറപ്പെടുവിച്ചത്. അതിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരത്തിലുള്ള വൈദ്യുതി വേലികളും അല്ലെങ്കിൽ വൈദ്യുതി കമ്പികൾ, ലൈനുകൾ പോകുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി മറയ്ക്കണം. കുട്ടികൾ ഒരു തരത്തിലും അതിനടുത്തേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാകുന്ന നിർദ്ദേശം നൽകിയത്. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് ഈ നടപടി ഉണ്ടായത്. KCBയെ പരിചാരം ശ്രമിക്കുമ്പോഴും KCB ഒരിക്കലും ഒരു തവണയും 2 തവണയും ആവശ്യപ്പെട്ടും ചെയ്തില്ലെങ്കിൽ തുടർച്ചയായ ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് ചെയ്യേണ്ട നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, സ്കൂൾ മാനേജ്മെന്റിലെ പ്രധാനികൾക്കെതിരെ അടക്കം നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും മന്ത്രി നൽകിയിട്ടുണ്ട്. ഉന്നതതല യോഗം ഇന്ന് മന്ത്രിയുടെ അധ്യക്ഷത ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലെയും
സ്കൂളുകളുടെ സാഹചര്യം വിലയിരുത്തൽ എന്നിവരെ യോഗം ചെയ്തത് കർശന നടപടിക്ക് തന്നെയാണ് സർക്കാരിന്റെ നീക്കം. അശ്വതി. ശരി അരുൺ. കൊല്ലത്തെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി മന്ത്രിമാരുടെ നാക്ക് നിയന്ത്രിക്കണമെന്നും സതീശൻ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP, RYF, KSU പ്രവർത്തകർ സ്കൂളിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമാധാനപരമായിട്ട് നടക്കുന്ന പ്രതിഷേധത്തെ വാരിക്കെടുത്ത് തന്നതിൽ ഒരു കാര്യമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധമുയർത്തുന്ന ദൃശ്യങ്ങൾ കാണാം. ആരൊക്കെയാണ് എത്തിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, രാവിലെ 11 മണിയോടെ തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരത്തേക്ക് എത്തിയത്. അവരെ അവിടെ നിന്ന് നീക്കിയതിന് പിന്നാലെ RYF പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ KSUവിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ പരിസരത്ത്, അതായത് ഗേറ്റിന്റെ പ്രധാന കവാടത്തിന് മുമ്പിലും അതോടൊപ്പം തന്നെ ഈ ബാരിക്കേഡ് തീർത്തിരിക്കുന്നതിന് മുമ്പിലും പ്രതിഷേധം തുടരുന്നത്. ഒരു ഘട്ടത്തിൽ ബാരിക്കേഡ് തള്ളി മറിച്ച് താഴെയിട്ടുകൊണ്ട് പ്രതിഷേധക്കാർ സ്കൂൾ പരിസരത്തേക്ക് എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയായി. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥി നേതാക്കളുമായി സംസാരിച്ചാണ് അവരെ ശാന്തരാക്കിയത്. അതിനുശേഷം ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ KSU പ്രവർത്തകർ ഗേറ്റിന്റെ മുമ്പിൽ കൂടി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, പ്രധാനാധ്യാപികയിൽ മാത്രം നടപടി ഒതുക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതിന് 5 കിലോമീറ്റർ അകലെയുള്ള മിഥുന്റെ വീട്ടിലേക്ക് 2:30 എത്തുന്നത്. അത്തരത്തിൽ അവിടെയും പ്രതിഷേധങ്ങൾ ആ പരിസരത്തും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വീടിന്റെ പരിസരത്തും പോലീസ് വലിയ സുരക്ഷയൊരുക്കും. സ്കൂൾ പരിസരത്തും അത്തരത്തിലുള്ള വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇവിടേക്ക് പ്രതിഷേധക്കാർ എല്ലാം തന്നെ വന്നു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വിദ്യാഭ്യാസ മന്ത്രി ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെയും സുരക്ഷ ശക്തമാക്കാനുള്ള പോലീസിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ABVP പ്രതിഷേധം നടക്കുകയാണ്. പോലീസ് അവിടെയും ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടക്കുകയാണ്.
കേരളത്തിലെ വിദ്യാർത്ഥികളെ കടിച്ചും ഷോക്കടിച്ചും കൊല്ലുന്നൊരു സർക്കാർ ഇതുപോലെ നാരിക ഭരണം, ഇതുപോലെ നാരിക ഭരണം കേരള ജനത കണ്ടിട്ടില്ല. അയ്യയ്യേ ഇത് മാനക്കേട്, മാനക്കേട് ഇത് നാണക്കേട്, മാനക്കേട് ഇത് നാണക്കേട്. ഇന്നീ സമരം സൂചന മാത്രം, ഇന്നീ സമരം സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. ആരിത് പറയുന്നറിയാമോ, ആരിത് പറയുന്നറിയാമോ? പറയുന്നേ ഞങ്ങൾക്കില്ല പോലീസ് മന്ത്രി, ഞങ്ങൾക്കില്ല കോടതിയും, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മാത്രം. ഞങ്ങളിലൊന്നിന് തൊച്ചു കളിച്ചാൽ കളി സൂക്ഷിച്ചോ, കളി സൂക്ഷിച്ചോ. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ വിദ്യാർത്ഥികളെ, കേരളത്തിലെ വിദ്യാർത്ഥികളെ പാമ്പ് കടിച്ചും ഷോക്ക് കടിച്ചും, പാമ്പ് കടിച്ചും ഷോക്ക് കടിച്ചും കൊല്ലുന്നൊരു സർക്കാർ. ABVP സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് നടത്തിയിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല, കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര സ്കൂൾ സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ വർഷങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നത് വീഴ്ചയാണ്, വിഷയം ഗൌരവമായി കാണുന്നുവെന്നും വീഴ്ച പറ്റിയവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കമ്മീഷൻ ചെയർമാൻ കുമാർ പറഞ്ഞു. ഇവിടുന്ന് കാഴ്ചയിൽ തന്നെ ഇത് കാണുന്നുണ്ട്. കുട്ടികൾക്ക് അതുവഴി ഇറങ്ങി വരാൻ കഴിയുന്ന തരത്തിൽ കുട്ടികളല്ലേ, കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് നിലപാടും അത് തന്നെയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധിച്ചില്ല എന്നത് വീഴ്ചയായിട്ട് തന്നെ കമ്മീഷൻ കാണുകയാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പരിഹരിക്കാൻ ഒരു അപകടം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത്, ഒരു ദുരന്തം നടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അത് ചെയ്തില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കമ്മീഷൻ പരിശോധിക്കും. ആർക്കൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ പരിശോധിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരോട് കമ്മീഷൻ ആവശ്യപ്പെടും. അതേസമയം മിഥുന്റെ മരണത്തിൽ നടത്തിയ പരാമർശത്തിലെ തെറ്റ് തിരിച്ചറിഞ്ഞ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഖേദപ്രകടനം. CPI സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി മാപ്പ് പറഞ്ഞത്. മിഥുന്റെ വീട്ടിലെത്തിയ ചിഞ്ചുറാണി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ മരണത്തിൽ നാടാകെ കരഞ്ഞപ്പോൾ പാർട്ടി പരിപാടിയിൽ നൃത്തം ചവിട്ടുകയായിരുന്നു കൊല്ലത്തിന്റെ മന്ത്രി. മാത്രമല്ല, മരണകാരണത്തിൽ മന്ത്രിയുടെ പരാമർശവും അങ്ങേയറ്റം അപമാനകരമായി. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്, ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്. കടുത്ത പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉണ്ടായി. CPI സംസ്ഥാന നേതൃത്വത്തിനും ഇതേ വികാരമായിരുന്നു. ഉടൻ തിരുത്താനും മാപ്പ് പറയാനും മന്ത്രിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശം. തുടർന്നാണ് ചിഞ്ചുറാണി മിഥുന്റെ വീട്ടിലെത്തിയത്. അതെ, ശരിയാണ്. ഇപ്പൊ അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം.
അടിയന്തിരമായി ഇത് ഗുരുതരമായ വീഴ്ചകളുണ്ട്. കാരണം ഇതിനു മുൻപും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് വേണം. അതുണ്ടായിരുന്നെങ്കിൽ ഈ ലൈൻ അതിന്റെ മീതെ കൂടി പോകുമായിരുന്നു. ആ ഗുരുതരമായ വീഴ്ചയാണ്. എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ട്. ആ വീഴ്ച ഇനി ഉണ്ടാകാതിരിക്കാനുള്ള, ഇനി ഒരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. ആരാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എന്നിട്ട് ഇവർ മാറി മാറി എന്ന് പരിഹസിക്കുകയാണ്. ഇപ്പോൾ ഒരു കുറ്റവാളിയെ കണ്ടെത്തി, ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയ കുട്ടിയാണ് ഇപ്പോൾ കുറ്റവാളി. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ വെള്ളത്തിൽ ചാടും, മോളിൽ കയറും, എല്ലാം ചെയ്യും. പത്തനംതിട്ടയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കടമ്മനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉപയോഗശൂന്യമായ കെട്ടിട ഭാഗങ്ങളാണ് ഇന്നലെ രാത്രി തകർന്നു വീണത്. ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പരാതി. ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പഞ്ചായത്തിന് വാലുവേഷൻ എടുത്ത ഒരു ബിൽഡിംഗ് ആണ് ഇത് പൊളിച്ചു കളയാമെന്നുള്ളത്. സർക്കാർ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഇത് സർക്കാർ ബിൽഡിംഗ് ആണ്, നമുക്ക് പഞ്ചായത്തിന് അങ്ങനെ കയറി പൊളിച്ചു കളയാനോ അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പഴക്കം ചെന്ന് ഒരുപാടുണ്ട്, അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂർ പയ്യന്നൂരിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന BRC കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണു. SSK ഓഫീസും ഓട്ടിസം സെന്ററും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കോൺഫറൻസ് ഹാളിലെ സീലിംഗ് ആണ് തകർന്നു വീണത്. അധ്യാപകർക്കുൾപ്പെടെ BRCയുമായി ബന്ധപ്പെട്ട മിക്ക പരിപാടികളും പരിശീലനങ്ങളും നടക്കുന്നത് ഈ ഹാളിലാണ്. സീലിംഗ് ഇളകി തുടങ്ങിയത് ഒരാഴ്ച മുൻപ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് പരാതി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഗൃഹനാഥന്റെ ജീവൻ പൊലിഞ്ഞത് KSEBയുടെ ഗുരുതര അനാസ്ഥ കാരണമെന്ന ആരോപണം. കൊണ്ടോട്ടി നീറാട് സ്വദേശി മുഹമ്മദ് ഷായാണ് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നീരാട് മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് മുഹമ്മദ് ഷാ പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ചത്. അതിനു മുൻപുള്ള രാത്രി മുഹമ്മദ് ഷായുടെ പറമ്പിലൂടെ കടന്നുപോകുന്ന വൈദ്യുത കമ്പി പൊട്ടി വീണിരുന്നു. ഇതിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു മരണം. വൈദ്യുത കമ്പി പൊട്ടിവീണത് അറിയിച്ചിട്ടും KSEB നടപടിയെടുത്തില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ KSEB മുണ്ടക്കുളം സെക്ഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മുഹമ്മദ് ഷായുടെ കുടുംബത്തിന് സഹായധനമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചതായി MLA TV ഇബ്രാഹിം പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കോടതി നിർദ്ദേശത്തെ വെല്ലുവിളിച്ച ADGP അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത്. CCTVയിൽ പെടാതെ അജിത് കുമാർ നടത്തിയ യാത്ര ദേവസ്വം ബോർഡ് സ്വാമി അയ്യപ്പൻ റോഡിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് കുടുങ്ങിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധ യാത്ര ദേവസ്വം ബോർഡ് തന്നെ സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നീക്കങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. പമ്പയിൽ ഔദ്യോഗിക വാഹനത്തിലെത്തി സ്വാമി അയ്യപ്പൻ റോഡിലൂടെ കുറച്ചു ദൂരം നടന്ന് CCTVയില്ലെന്ന് ഉറപ്പാക്കി അജിത് കുമാറും സംഘവും ട്രാക്ടർ യാത്ര ആരംഭിച്ചു. തിരുവല്ലയിൽ നിന്നെത്തിയ പോലീസ് ഡ്രൈവറും മറ്റു 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. 5 കിലോമീറ്ററോളം ദൂരമുള്ള സ്വാമി അയ്യപ്പൻ റോഡിൽ പക്ഷേ ആദ്യ വളവിന് സമീപത്തായി ദേവസ്വം ബോർഡ് സ്ഥാപിച്ച CCTVയിൽ അജിത് കുമാർ കുടുങ്ങി. മങ്കി ക്യാപ്പ് ധരിച്ചിരിക്കുന്ന അജിത് കുമാർ ദൃശ്യങ്ങളിൽ വ്യക്തം. അജിത് കുമാറിന്റെ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഒരു തീർത്ഥാടകൻ ചിത്രമടക്കം നൽകിയ പരാതിയാണ് കോടതി വരെ എത്തിച്ചിരിക്കുന്നത്. ADGPക്ക് പിഴവ് പറ്റിയെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിഷയത്തിൽ കടുത്ത നിലപാടുണ്ടാവാനാണ് സാധ്യത. തുടർച്ചയായി വിവാദത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥനിനി സർക്കാർ സംരക്ഷണമൊരുക്കുന്നതും വെല്ലുവിളിയാണ്. പൂരം കലക്കൽ വിവാദത്തിൽ പ്രതിക്കൂട്ടിലായ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ മൊഴിയാണ് മന്ത്രി K രാജൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. പിന്നാലെ ട്രാക്ടർ യാത്രാ വിവാദവും. അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളിയാണ്.
ന്യൂസ് 18 പത്തനംതിട്ട. രാഷ്ട്രീയത്തിൽ പ്രസംഗത്തിനും ചിന്തയ്ക്കുമല്ല ജനങ്ങളുടെ വികാരം അറിഞ്ഞുള്ള പ്രവൃത്തിക്കാണ് പ്രസക്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജീവിതത്തിൽ പലതും കാണിച്ചു തന്ന ഗുരുവാണ് ഉമ്മൻചാണ്ടിയെന്നും രണ്ടാം അനുസ്മരണ ദിനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും പുകഴ്ത്തി പറഞ്ഞായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വൈകാരിക തലത്തിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു രണ്ടാം ഓർമ്മ ദിനത്തിലെ അനുസ്മരണ സമ്മേളനം. രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. തന്റെ മുന്നിൽ പല പുതിയ കോൺഗ്രസ് നേതാക്കളും എത്തി വാചാലമായി സംസാരിക്കാറുണ്ട്. അവരുടെ പ്രവൃത്തിയും ചിന്തയും ഒന്നാണോ എന്ന് മനസ്സിലാക്കാൻ തനിക്ക് വേഗത്തിൽ കഴിയാറുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവ്. അത്തരം കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയാണ് തന്റെ ഗുരു. In my 21 years of political life, one of the masters of politics of feeling was Ummenshandy ji. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. UDF നേതാക്കളും മതമേലധ്യക്ഷന്മാരും നിറഞ്ഞുനിന്ന വേദിയിലാണ് സമ്മേളനം നടന്നത്. വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും പുകഴ്ത്തിയായിരുന്നു പുതുപ്പള്ളി MLA കൂടിയായ ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അധാർമികമായ ഒരാരോടും പോലും തനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെ പോലെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു അധാർമികമായ ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോപണം ഉന്നയിക്കാത്ത പ്രിയങ്കരനായ വി ഡി സതീശനെയും പുതുപ്പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല. പതിറ്റാണ്ടുകൾ എന്റെ പിതാവിനോടൊപ്പം നടന്ന് നീങ്ങി ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ നേതാവ്. ആ നേതാവ് ഇവിടെ വരുമ്പോൾ എന്റെ പിതാവിന്റെ പ്രവർത്തന ശൈലി, അതേ ചാതുര്യം, അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത്. ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാവിലെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി വേദിയിലെത്തിയത്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12ഓളം വീടുകളുടെ താക്കോൽദാനം രാഹുൽ ഗാന്ധി നിർവഹിച്ചു. ശ്രവണശക്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള KPCCയുടെ സ്മൃതി തരംഗം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് DCCയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി ഓർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷനായിരുന്നു. കാരുണ്യം എന്ന വാക്ക് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പുലർത്തേണ്ട സംസ്കാരമാണെന്ന് തെളിയിച്ച ആളാണ് ഉമ്മൻചാണ്ടിയെന്ന് സമദാനി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുമ്പാകെ പുഷ്പാർച്ചനയും നടന്നു. കണ്ണൂർ പയ്യാമ്പലത്ത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി PM മുഹമ്മദ് റിയാസ്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കല്ലിളക്കി മാറ്റുന്നത് തങ്ങളുടെ സംസ്കാരമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ പത്രത്തിൽ വായിച്ച് കണ്ടു. അപ്പോൾ തന്നെ അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്തായാലും നമ്മളാരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി നടത്തുമെന്ന് പൊതുവെ കരുതുന്നില്ല നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാലും ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വാർത്ത കൊടുക്കാവുന്നതായിരുന്നു നല്ലത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വാർത്ത വന്നല്ലോ. എന്താണെന്നുള്ള പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥരോടൊപ്പം കേന്ദ്ര നയതന്ത്ര സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് പരിഗണനയിൽ. ആക്ഷൻ കൌൺസിലിന്റെ ഈ ആവശ്യത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്രം അറിയിച്ചു. കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 14 മാറ്റി. കേന്ദ്ര സർക്കാർ പ്രതികരണം പോസിറ്റീവ് ആയിരുന്നുവെന്നും മധ്യസ്ഥ ശ്രമത്തിന് മതപണ്ഡിതർ അടക്കമുള്ള സംഘത്തെ അയക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. There is already a stay in the execution of Ms. Nimshapriya. So, from the petitioner side, we have made a request to the Honorable Supreme Court that we are intent to send a delegation to Yemen for the further negotiations. We means the petitioner organization, the representatives of petitioner organization as well as the representatives of this. Kandapuram Abubakar Musliar, who is leading the blood money negotiations in Yemen.
So, two representatives from the petitioner organization and two representatives from the Marcus of Honorable Kantapuram Abubakar Musliar. And today, then the court agreed to that our submission, and court directed the Union government, the Government of India, to consider our request. രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. അഭിലാഷെ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ സർക്കാരുകൾ ഉള്ളത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വാദം പൂർത്തിയായ ശേഷം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പുറത്തുവന്ന് പറഞ്ഞത്. അതായത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 6 അംഗ നയതന്ത്ര സംഘത്തെ യമനിലേക്ക് അയക്കണം. അതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രതിനിധികളായിട്ടുള്ള 2 പേർ, അതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളായ 2 പേർ, അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായ 2 പേർ. ഇങ്ങനെ 6 അംഗ സംഘത്തെ യമനിലേക്ക് അയക്കണം. അവിടെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് ദിയാദനം വാങ്ങാൻ അവർ വഴങ്ങി. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്നൊരു ഇളവ് നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആക്ഷൻ കൗൺസിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് കേന്ദ്ര സർക്കാർ ഈ ആവശ്യം, ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് എന്താണ് അതിൽ പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് അക്കാര്യം കേന്ദ്ര സർക്കാർ ചെയ്തു നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതിൽ ഓഗസ്റ്റ് 14 ഈ കേസ് വീണ്ടും പരിഗണിക്കും. ആ സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു തീരുമാനം എടുത്ത്. ശരി അഭിലാഷ്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസും പ്രവർത്തകരും നേർക്കുനേർ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്നലെ ഇവിടെ ഒരു കുട്ടി ഷോക്കടിച്ച് മരിച്ചു. അടിച്ചോടുത്ത്
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.